ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ ഇപ്പം ദിവസം കഴിയുന്തോറും ചൂട് കൂടി കൂടി വരുവാന്ന്. ഇപ്പം നമുക്ക് മനുഷ്യന്മാർക്ക് തന്നെ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ഈ പക്ഷികളെയും ജീവജാലങ്ങളെയും കാര്യം പറയണ്ടല്ല, അവർക്കും വെള്ളം കിട്ടാണ്ട് വരുമെന്ന്, തോടും അതെല്ലാം വറ്റി തുടങ്ങുകയെന്നല്ല ചെയ്യുന്നത് ഇപ്പം ഈ ചൂട് കാലത്ത്. അപ്പം നമ്മൾ ഇതേപോലെ വീട്ടിലൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ചിരട്ടയിലോ കുറച്ച് വെള്ളം വെക്കുകയാണെങ്കിൽ അവർക്കതൊരു ആശ്വാസമായിരിക്കും. ഞാൻ ഇപ്പം ഡ്രാഗൺ ഫ്രൂട്ടിന് പടരാൻ വേണ്ടിയിട്ട് കെട്ടിയ പന്തലിലാണ് ഇവിടെ വെള്ളം വെച്ചിട്ടുള്ളത്. കണ്ട, ഞാൻ ദിവസം വൈകുന്നേരം ഇതിൽ വെള്ളം നിറച്ചു വെക്കും. കാരണം എന്ന് വെച്ചാൽ രാവിലെ പക്ഷികൾ വന്ന് കുളിക്കും കുടിക്കുകയെല്ലാം ചെയ്തിട്ട് വെള്ളം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഉണ്ടാവില്ല. അപ്പം ഞാൻ നിറച്ചു വെക്കും. പിന്നെ ഞാൻ 2 പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ദൈഡി ഒന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ അഥവാ നായ്ക്കോ പൂച്ചക്കോ വേണ്ടിക്കലും ഒന്ന് വെച്ചിട്ടാണ് ഇത് ഇവിടെ ഒന്ന് വെച്ചിട്ടുള്ളത്. പക്ഷെ പക്ഷികൾ തന്നെയാണ് ഇവിടെ വന്നിട്ട് വെള്ളം കുടിക്കും, അവരിൽ നിന്ന് കുളിക്കുവാക്കുകയെല്ലാം ചെയ്യുന്നത്. അപ്പം നിങ്ങളും വീട്ടിൽ ഇതേപോലെ ഒന്ന് വെക്കുക. ഇതാ ഇവിടെ വിഷുവിന്റെ വരവ് അറിയിച്ചുകൊണ്ട് ഇതാ കണിക്കൊന്നയെല്ലാം പൂത്തിട്ടുമുണ്ട്. കണ്ട, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാടുന്നൊരു പരുന്ത് വെള്ളം കുടിക്കുന്നുണ്ട്. പരുന്ത് മാത്രല്ല, കാക്ക, കൊച്ച, അനറഞ്ചി പക്ഷി, അങ്ങനെ കുറെ പക്ഷികൾ വന്നിട്ട് വെള്ളം കുടിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. വെള്ളം കുടിക്കുക മാത്രല്ല, അവര് കുളിയെല്ലാം നടത്തിയിട്ടാണ് പോക്ക്. പക്ഷെ വീഡിയോ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഇറ്റിങ്ങൾ പറന്നു പോകുന്നതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ഇത് ഈ വർഷം ആദ്യമായിട്ടല്ല പക്ഷികൾക്ക് വെള്ളം കുടിക്കാൻ ഇങ്ങനെ വെക്കുന്നത്. ഞാൻ എല്ലാ വർഷവും വെള്ളം വെക്കലും ഉണ്ട്, പക്ഷികളെ വരുത്തുകൊണ്ട് കുടിക്കലെല്ലാം ഉണ്ട്. അപ്പം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുവാന്ന് നിങ്ങളെ വീട്ടിൽ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം വെക്കുവാണെങ്കിൽ അത് ആ പക്ഷികൾക്ക് അത്രയൊരു ആശ്വാസമായിരിക്കും. അപ്പം എന്ന് വെച്ചാൽ നിങ്ങളും ഇതേപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.